1984 മുണ്ടക്കൈയിൽ ഇന്ന് ഉരുൾപൊട്ടലുണ്ടായിടത്തു നിന്ന് ഏതാനും കിലോമീറ്റർ താഴേക്ക് മാറി ഒരു ഉരുൾപൊട്ടലുണ്ടായി. ഏകദേശം 8 പേർ മരിച്ചിരുന്നു. ഇത്രയേറെ പ്രകൃതി ലോലവും മനോഹരവുമായ ഈ പ്രദേശം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത മനസ്സിൽ വെച്ചായിരുന്നു ഗോപിനാഥൻ ലേഖനം എഴുതിയത്. തിരുവനന്തപുരം 1986 മാർച്ച് 6-ന് അന്നത്തെ കേരള കൗമുദി ദിനപത്രത്തിന്റെ കോഴിക്കോട് എഡിഷനിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. സൈലന്റ് വാലി അടക്കമുള്ള പദ്ധതികൾക്കെതിരായി കേരളത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തു വന്ന കാലം. തികച്ചും പാരിസ്ഥിതികവും ചിന്തോദീപകവുമായ ആ ലേഖനം 38 വർഷത്തിനു ശേഷം സംഭവിക്കാനിരിക്കുന്ന ഒരു വൻ ദുരന്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് അന്ന് അത് വായിച്ച ആരും കരുതിയിരിക്കില്ല. പക്ഷേ ഇന്ന് ഏകദേശം 300ഓളം പേരുടെ ജീവനെടുത്ത ആ മഹാദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന അതേ നാടിനെ കുറിച്ചുള്ളതായിരുന്നു ലേഖനം. ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ചൂരൽമലയെ രക്ഷിക്കണം. അതെ, ഒട്ടും സംശയിക്കേണ്ടതില്ല, ഇന്ന് കണ്ണീർ ഭൂമിയായി മാറിയ ചൂരൽമല തന്നെ. ലേഖനം എഴുതിയതാകട്ടെ അന്ന് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ മലയാളം അധ്യാപകനും തിരുവനന്തപുരം നഗരൂർ സ്വദേശിയും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ ഗോപിനാഥൻ. 1984 പ്രൊഫസർ ഗോപിനാഥൻ കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായെത്തുന്നത്. എന്നാൽ വയനാടുമായി ഗോപിനാഥന്റെ ബന്ധം അതിനു മുൻപേ ആരംഭിച്ചിരുന്നു. വസന്തത്തിന്റെ ഇടിമുഴക്കം പ്രതീക്ഷിച്ച് ചെറുപ്പത്തിലെ നക്സൽ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം നക്സൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി വയനാട്ടിൽ പലകുറി സഞ്ചരിച്ചിട്ടുണ്ട്. നക്സലിസമൊക്കെ കുടഞ്ഞെറിഞ്ഞ് കൽപ്പറ്റ കോളേജിൽ അധ്യാപകനായി എത്തിയ ശേഷമായിരുന്നു. അക്കാലത്ത് ഇന്നത്തെ ദുരിതഭൂമിയായ ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള ധാരാളം കുട്ടികൾ കോളേജിൽ വിദ്യാർത്ഥികളായിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മേഖല ഒരു തോട്ടം മേഖലയായിരുന്നു. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ മക്കളായിരുന്നു വിദ്യാർത്ഥികളിൽ അധികവും. ഈ കുട്ടികൾ മിക്ക ദിവസങ്ങളിലും കോളേജിൽ എത്തിയിരുന്നില്ല. അതിന്റെ കാരണം വിദ്യാർത്ഥികളോട് അന്വേഷിച്ചപ്പോഴാണ് ബസ്സില്ലാത്തത് കൊണ്ടാണ് കോളേജിൽ എത്താൻ കഴിയാത്തതെന്ന വിവരം കുട്ടികൾ പറയുന്നത്. ഇവിടേക്ക് ഒരു റോഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയിരുന്നത്. ഇവരാകട്ടെ പലപ്പോഴും ചൂരൽമലയെ ഒഴിവാക്കി മേപ്പാടിയിലെത്തി മടങ്ങി പോകുന്നതാണ് പ്രശ്നമെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ചൂരൽമലയിലേക്ക് പോകാൻ ഗോപിനാഥൻ തീരുമാനിച്ചു. ഏതാനും അധ്യാപകരെയും കൂട്ടി ഒരു ജീപ്പിൽ ചൂരൽമലയിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി. അവിടെ എത്തിയപ്പോഴാണ് ചൂരൽമലയുടെ മനോഹാരിത നേരിട്ട് മനസ്സിലാക്കുന്നത്. പകൽ സമയത്തു പോലും സദാ തഴുകിയെത്തുന്ന നനുത്ത കാറ്റുണർത്തുന്ന വല്ലാത്ത അനുഭൂതി. ചൂരൽമലയെ തഴുകി കടന്നു പോകുന്ന ആറ്റിലെ വെള്ളത്തിനാകട്ടെ സ്ഫടിക നൈർമല്യം. ദൃശ്യവശ്യമായ മലനിരകൾ വീണ്ടും വീണ്ടും നമ്മെ ഈ പ്രദേശത്തേക്ക് പിടിച്ചു വലിക്കുന്ന എന്തോ ഒരു അദൃശ്യ അനുഭൂതി ഈ പ്രദേശത്തിനുണ്ടായിരുന്നു. അങ്ങനെ കൽപ്പറ്റയിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരം കാൽനടയായി പലവട്ടം ചൂരൽമലയിലെത്തി. അന്ന് തോട്ടം തൊഴിലാളികളായിരുന്നു അധികവും. പുറത്തു നിന്നുള്ള മനുഷ്യ സാന്നിധ്യം അധികമായി ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഈ പ്രദേശത്ത് അന്ന് തന്നെ ദുരന്തം ചൂഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഗോപിനാഥൻ അവിടേക്ക് എത്തുന്നതിന് മുൻപ് 1984 മുണ്ടക്കൈയിൽ ഇന്ന് ഉരുൾപൊട്ടലുണ്ടായിടത്തു നിന്ന് ഏതാനും കിലോമീറ്റർ താഴേക്ക് മാറി ഒരു ഉരുൾപൊട്ടലുണ്ടായി. ഏകദേശം 8 പേർ മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയേറെ പ്രകൃതി ലോലവും മനോഹരമായ ഈ പ്രദേശം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത മനസ്സിൽ വെച്ച് പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ലേഖനമെഴുതി കേരള കൗമുദിക്ക് അയച്ചു കൊടുത്തു. എന്നാൽ അതിനു മുൻപേ 1984 ചൂരൽമലയിൽ എന്ന പേരിൽ ചൂരൽമലയെക്കുറിച്ച് ഒരു കവിതയും ഗോപിനാഥൻ രചിച്ചിട്ടുണ്ട്. ഇതും കേരള കൗമുദി വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചൂരൽമലയ്ക്ക് സമീപത്തെ മുണ്ടക്കൈ, വെള്ളരിമല എന്നിവിടങ്ങളിലൂടെ വെറും 8 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാൽ നിലമ്പൂരിലെത്താമെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ 38 വർഷം മുമ്പ് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളെ കുറിച്ച് പറഞ്ഞത് തികച്ചും യാദൃശ്ചികമായ ഒരു സംഭവമായാണ് പ്രൊഫസർ ഗോപിനാഥൻ കാണുന്നത്. എന്നാൽ താൻ ഹൃദയത്തോട് എക്കാലവും ചേർത്ത് നിർത്തിയ ഒരു പ്രദേശം അപ്പാടി അടർന്നുപോയതിനുമപ്പുറം ഇത്രയേറെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടതിന്റെ വേദന അടക്കാനാകില്ലെന്ന് ഇപ്പോൾ വട്ടിയൂർക്കാവ് നേതാജി റോഡിൽ താമസിക്കുന്ന ഗോപിനാഥൻ എന്ന പ്രൊഫസർ പറയുകയുണ്ടായി.